കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. There is only one kind of love, but there are 1,000 imitations. പ്രണയം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു തരം, ബാക്കിയൊക്കെ വെറും അഭിനയങ്ങളാണെന്ന് ലവ് ബൈറ്റ്സിൽ നമ്മുടെ പ്രണയ കഥയ്ക്ക് നേരമായി. എൻ്റെ പേര് ലീന. ഒരു ഏപ്രിൽ 18-ാം തീയതി ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അന്ന് ഞങ്ങളൊരു മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാമോ എന്ന്. അങ്ങനെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ കസിൻ കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ കണ്ട ഒരു നിമിഷം ഉണ്ടല്ലോ, I fell in love. പ്രണയം ആകസ്മികമായിട്ട് സംഭവിക്കാം, പക്ഷേ ഇങ്ങനെയും സംഭവിക്കാം. പലപ്പോഴും നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ടവൻ ഇങ്ങനെ നമ്മുടെ അടുത്തുണ്ടാവും, ചുറ്റും ഉണ്ടാവും, അറിയാൻ നമ്മൾ വൈകുന്നതാവും അല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ടൺ കണക്കിന് റൊമാൻസ്. ഫോർ ദോസ് ഹു ലവ്, ടൈം ഇസ് ആൻ എറ്റേണിറ്റി. പ്രണയിക്കുന്നവർക്ക് സമയം അനന്തമാണെന്ന്, ഒരുപാട് സമയമുണ്ടെന്ന്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനാണ് ആക്ച്വലി ഞാൻ ചെന്നത്. പക്ഷെ കൂടെ ഇങ്ങനെ ഒരാളുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ ഹൃദയമിടിപ്പിന്റെ വേഗത ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയായിരുന്നു. അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ കാറിൽ ബാക്ക് സീറ്റിൽ കയറി. ഇടയ്ക്ക് കണ്ണാടിയിലൂടെ ഞാൻ അവനെ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അവൻ തിരികെ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു വളരെ ഒരു ആശ്വാസകരമായ കാര്യം. ഇഷ്ടപ്പെടുന്നയാളുടെ കൂടെ അടയ്ക്കുന്നത് നമുക്ക് സമാധാനം തരുമല്ലേ? അത് പക്ഷേ രണ്ടുപേരും ഇഷ്ടം തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണേ. അതിനു മുന്നേ അതിങ്ങനെയൊക്കെ തന്നെയാ. ഹൃദയമെടുപ്പ് കൂടും, ചെയ്യുന്നതൊന്നും ഓർമ്മയുണ്ടാകില്ല, അകപ്പാടെ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ? നീരയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് നിർമ്മൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പാട്ട് ഞാനിപ്പോൾ വെച്ചു കൊടുക്കാൻ പോവാ. പിന്നെ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അയച്ചോളൂ 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആൻഡ് ഇഷ്ടപ്പെടുന്നയാളുടെ കൂടെ അരയ്ക്കുന്നത് ഇറ്റ്സ് ഓൾ ദി മോർ ബ്യൂട്ടിഫുൾ. പക്ഷേ പ്രണയം അറിയിക്കാത്ത ആദ്യകാലത്ത് ഒരു പേടിയല്ലേ തോന്നുക? അവനെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് അത് പേടിയായിട്ട് മാറി. എന്താണെന്നറിയില്ല, ഐ ഫെൽറ്റ് വെരി നെർവസ്. അവൻ്റെ മുഖത്തേക്ക് നോക്കാനും മിണ്ടാനും അടുത്തേക്ക് പോകാനും ഒക്കെ പേടി. പക്ഷെ ഉച്ച കഴിയാറായപ്പോഴേക്കും ഞാൻ എങ്ങനെയോ റിലാക്സ് ചെയ്തു തുടങ്ങി. അല്ലെങ്കിലും ഇങ്ങനെ തന്നെ ആന്നേ. ആദ്യമൊക്കെ പേടിയാ. എനിക്ക് അയാളെ ഇഷ്ടമാ, പക്ഷേ അയാൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എന്നെ ഇഷ്ടപ്പെട്ട് കാണുമോ? ഐ ആം ആക്ടിങ് വിയേർഡ്? ക്യാൻ എനിബഡി എൽസ് നോട്ടീസ് ഓൾ ദീസ് തിങ്സ്? ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ആദ്യ പ്രണയത്തിൽ സംഭവിക്കുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 2-3 പ്രണയത്തിലൊക്കെ പെടുന്നവർക്കറിയാം ഇതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല, നേരെ കയറി ഹെഡ് ചെയ്യാന്നൊക്കെ ഇല്ലേ? പക്ഷെ ഫസ്റ്റ് ലവ്, ആ സമയത്തുള്ള ഈ തോന്നലൊക്കെ ഇല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഒരു റൊമാൻറ്റിക് ഗാനത്തിൻ്റെ സമയമാണ്. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ എന്താ കഥയുടെ ബാക്കി പറയുന്നേ. Stay tuned for ടൺ കണക്കിന് റൊമാൻസ്. There is one terminal dignity, love. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഈ ലോകത്തിൽ സത്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, സ്നേഹം, ഇഷ്ടം, പ്രണയം. ഇതെല്ലാം ഒന്നിൻ്റെ വേരിയൻസും കൂടിയാണേ. ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിൽ പോയി. ഞാൻ അവിടെ ഇരുന്നു എല്ലാവരുമായിട്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഭാവമാറ്റം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണെന്നറിയില്ല, അവളും അവളുടെ ബോയ് ഫ്രണ്ടും തിരിച്ചു പോയി. പക്ഷെ കസിനെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ അവൾ വിട്ടു. അപ്പം അവൻ ആ സമയത്ത് അവളോട് ചോദിച്ചിരുന്നു ഇത്രേ അവൻ എന്തെന്നോട് പറയണമെന്ന്. അപ്പം അവൾ പറഞ്ഞു വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്, പറഞ്ഞോളൂ എന്ന്. ഇതൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഫ്രണ്ട്സായ ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം. നമ്മുടെ ഫ്രണ്ടിനെ മനസ്സിലാക്കണം, അവൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കണം. അവൾക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അത് മനസ്സിലാക്കണം. അവൾക്ക് ഒരു കൂട്ടിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും വേണമല്ലേ? എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരിങ്ങനെ മാച്ച് മേക്കേഴ്സാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ആരോടെങ്കിലും ചെറിയൊരു അട്രാക്ഷൻ തോന്നിയാൽ മതി, ഇവർ ചെന്നിട്ട് അങ്ങനെയാണേ ഇങ്ങനെയാണേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും.
അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങളൊക്കെ കൊടുക്കും ഒന്നായിട്ട് അവർക്ക് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. നല്ലതല്ലേ? എനിക്കിഷ്ടം അങ്ങനത്തെ ഫ്രണ്ട്സിന്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഫ്രണ്ട്സ്? എൻ്റെ അടുത്ത് ഒന്നും പറയുമോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.